ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചക്രവാണി ക്ലാസ്സസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ഒരു ബാക്കി ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ RBI എന്താണ്, അതിൻ്റെ ബേസിക് ഫാക്ട്സാണ് നമ്മൾ മൊത്തം നോക്കിയത്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഫങ്ഷൻസ് ഓഫ് RBI അല്ലെങ്കിൽ RBIയുടെ ധർമ്മങ്ങൾ എന്തെന്നാണ്. പ്രധാനമായിട്ടൊരു 8-9 ധർമ്മങ്ങളുണ്ട്. ആ ധർമ്മങ്ങളാണ് നമുക്കിന്ന് പ്രധാനമായിട്ടും എന്ത് ചെയ്യാനുള്ളത് നോക്കാനുള്ളത്. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടും അല്ലാതെയൊക്കെ ചോദ്യങ്ങൾ ഒരുപാട് വരുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ നമുക്കിന്ന് RBIയുടെ ഫങ്ഷൻസ് പഠിക്കാം, അല്ലെങ്കിൽ RBIയുടെ ധർമ്മങ്ങൾ എന്തെന്നുള്ളൊരു ഭാഗം നമുക്ക് നോക്കാം. അപ്പോൾ RBIയുടെ ധർമ്മമാണ്. ഇപ്പോൾ RBIയുടെ ഡ്യൂട്ടി എന്തൊക്കെയാണ്, RBI ചെയ്യേണ്ട പ്രധാനപ്പെട്ട ജോലികൾ, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് നോക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് നോട്ട് ഇറക്കൽ എന്ന് പറയും. അപ്പോൾ ഒന്നാമത് RBIയുടെ ധർമ്മം ചോദിച്ചാൽ ഏതാണ്? നോട്ട് അച്ചടിച്ചിറക്കൽ എന്നോ അല്ലെങ്കിൽ നോട്ട് ഇറക്കൽ എന്നോ ഓർത്ത് വയ്ക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ RBI ആണ് ഇന്ത്യയിലേക്ക് ആവശ്യമായിട്ടുള്ള കറൻസികൾ എന്ത് ചെയ്യുന്നത്, പുറത്തിറക്കുന്നത്. ഏതൊഴികെ? 1 രൂപ നോട്ടും കോയിനുകളും ഒഴികെ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഓർത്ത് വെച്ചോണം, നോട്ടുകളെല്ലാം അച്ചടിച്ചിറക്കുന്ന RBI അല്ല. ഏതൊഴികെയാണ്? 1 രൂപ നോട്ട് ഒഴികെ ബാക്കിയുള്ള എല്ലാ നോട്ടുകളും അച്ചടിക്കുന്നത് ആരാണ്? RBI ആണ്. അതേപോലെ കോയിനുകളും അച്ചടിക്കുന്നത് ആരല്ല? RBI അല്ല. ഓക്കെ, അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇന്ത്യയിലേക്ക് ആവശ്യമായിട്ടുള്ള കറൻസികളിൽ 1 രൂപ നോട്ടും ഏതും ഒഴികെ, നാണയങ്ങളും ഒഴികെ ബാക്കിയുള്ള എല്ലാം അച്ചടിച്ചിറക്കുന്നത് ആരാണ്? അച്ചടിക്കുന്ന ആരാണ്? RBI ആണ്. 1 രൂപ നോട്ടും കോയിനുകളും അച്ചടിച്ചിറക്കുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ്. കേന്ദ്ര ധനകാര്യ വകുപ്പാണ് ഏത് അച്ചടിച്ചിറക്കുന്നത്? 1 രൂപ നോട്ടും നാണയങ്ങളും അച്ചടിച്ചിറക്കുന്നത്. ഓക്കെ ആണല്ലോ, അതൊന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇന്ത്യയിൽ 1 രൂപ നോട്ട് ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ കറൻസിയും, 1 രൂപ നോട്ടും നാണയങ്ങളും ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ കറൻസിയും അച്ചടിച്ചിറക്കുന്നത് ആരാണ്? RBI ആണ്. ഓക്കെ ആണല്ലോ, അവിടെ പഠിക്കേണ്ട പോയിന്റ് അതാണ്. എന്നാൽ 1 രൂപ നോട്ടും നാണയങ്ങളും പുറത്തിറക്കുന്നത് ആരാണ്? കേന്ദ്ര ധനകാര്യ വകുപ്പാണ്. ഓക്കെ ആണല്ലോ, അതൊന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി ഇന്ത്യയിലെ എല്ലാ നോട്ടുകളിലും ഒപ്പിടുന്നുണ്ട്. 1 രൂപ നോട്ട് ഒഴികെ ബാക്കിയുള്ള എല്ലാ നോട്ടുകളിലും RBIയുടെ ഗവർണറാണ് സൈൻ ചെയ്യുന്നത്. 1 രൂപ നോട്ടിൽ ഒപ്പിടുന്നത് ആരും ചോദിച്ചു കഴിഞ്ഞാൽ ധനകാര്യ സെക്രട്ടറിയാണ്. കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ് 1 രൂപ നോട്ടിൽ എന്തിടുന്നത്? ഒപ്പിടുന്ന ആള്. ഓക്കെ ആണല്ലോ, ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചോണം. ഇന്ത്യയിലെ 1 രൂപ നോട്ടിൽ ഒപ്പിടുന്നത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ്. 1 രൂപ നോട്ടും നാണയങ്ങളും പുറത്തിറക്കുന്ന ആരാണ്? കേന്ദ്ര ധനകാര്യ വകുപ്പാണ്. എന്നാൽ ഇവിടെ എല്ലാ കറൻസികളുടെയും വിതരണാവകാശം, കോയിനും 1 രൂപ നോട്ടൊക്കെ കേന്ദ്ര ധനകാര്യ വകുപ്പ് അച്ചടിച്ചിറക്കുമെങ്കിലും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വിതരണാവകാശം ആർക്കാണ്? RBIക്കാണ്. വെച്ചാൽ വിതരണം ചെയ്യുന്നത് ആരായിരിക്കും? RBI ആയിരിക്കും. 1 രൂപ നോട്ടും കോയിനുകൾ അച്ചടിച്ചിറക്കുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പാണെങ്കിലും ഇവയെല്ലാം വിതരണം ചെയ്യുന്നത് ആരാണ്? RBI ആണ്. അതൊന്ന് ഓർത്ത് വെച്ചോണം. ഓക്കെ ആണല്ലോ. ഇനി 1 രൂപ നോട്ടിൽ ഒപ്പിട്ടേക്കുന്ന ആൾ ചോദിച്ചാൽ ആരാണ്? കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ്. ഓക്കെ ആണല്ലോ. ഇനി 1 രൂപ നോട്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം ശ്രദ്ധിക്കാറുണ്ട്. ഈ 1 രൂപ നോട്ടിൻ്റെ പുറകിൽ ആലേഖനം ചെയ്തേക്കുന്നത് എന്താണ്? ഓർത്ത് വെച്ചോണം, സാഗർ സാമ്രാട്ട് കപ്പലാണ്. 1 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തേക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ എന്താണ്? സാഗർ സാമ്രാട്ട് എന്ന് പറയുന്ന കപ്പലിനെയാണ് ആലേഖനം ചെയ്തേക്കുന്നത്. എന്താണ് സാഗർ സാമ്രാട്ട് കപ്പലിൻ്റെ പ്രത്യേകത? മുംബൈ ഹൈയിൽ നിന്ന് ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ചെയ്ത കപ്പലാണ് ഏതെന്ന് പറയുന്നത്? സാഗർ സാമ്രാട്ട് കപ്പൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടമാണ് ഏതെന്ന് പറയുന്നത്? മുംബൈ ഹൈ എന്ന് പറയുന്നത്. ആ മുംബൈ ഹൈയിൽ നിന്ന് ആദ്യമായിട്ട് എണ്ണ ഖനനം ചെയ്ത കപ്പലാണ് ഏതെന്ന് പറയുന്നത്? സാഗർ സാമ്രാട്ട് എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ധാതുക്കൾ പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ പഠിക്കാം. എങ്കിലും ഇപ്പോഴേ ഒന്ന് ഓർത്ത് വയ്ക്കുക, 1 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തേക്കുന്നത് ഏതാണ്? സാഗർ സാമ്രാട്ട് എന്ന് പറയുന്ന കപ്പലാണ്. അവിടെ ഓർക്കേണ്ട പോയിന്റ്, സാഗർ സാമ്രാട്ട് കപ്പലിൻ്റെ പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? മുംബൈ ഹൈയിൽ നിന്ന് ആദ്യമായിട്ട് എണ്ണ ഖനനം ചെയ്ത കപ്പലാണ് ഏതെന്ന് പറയുന്നത്? സാഗർ സാമ്രാട്ട് കപ്പൽ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ത്യൻ കറൻസിയിലുള്ള എല്ലാത്തിൻ്റെയും പിക്ചർ ഒന്ന് മൈൻഡിൽ കൊണ്ടുവരാം. ഫസ്റ്റ് 1 രൂപ നോട്ട് പറഞ്ഞു, എന്താണ്? സാഗർ സാമ്രാട്ട് കപ്പൽ എന്ന് പറഞ്ഞു. അടുത്ത് നിങ്ങൾ നോക്കേണ്ടത് 5 രൂപ നോട്ട്. 5 രൂപ നോട്ടിൽ എന്താണ് ആലേഖനം ചെയ്തേക്കുന്നത്? അതിൻ്റെ പുറകുവശത്ത് ട്രാക്ടറാണ് അല്ലേ? 5 രൂപ നോട്ടിൽ ഏതാണ്? ട്രാക്ടറാണ്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. 5 രൂപ നോട്ടിൽ ഏതാണ്? ട്രാക്ടറാണ്. അടുത്ത് നോക്കുക, 10 രൂപ നോട്ട് പുതിയതുമുണ്ട്, ഇപ്പം നിലവിൽ പഴയതുമുണ്ട് അല്ലേ? അപ്പോൾ നോക്കുക, 10 രൂപ നോട്ട്, പുതിയ 10 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തേക്കുന്നത് സൂര്യക്ഷേത്രമാണ്. കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ് 10 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തേക്കുന്നത്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. 10 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തേക്കുന്നത് ഏതാണ്? സൂര്യക്ഷേത്രം, കൊണാർക്കിലെ സൂര്യക്ഷേത്രം. അങ്ങനെയാണെങ്കിൽ പഴയ 10 രൂപ നോട്ടിൽ എന്താണ് ആലേഖനം ചെയ്തേക്കുന്നത്? അറിയാമോ? വന്യമൃഗങ്ങളാണ് ആലേഖനം ചെയ്തേക്കുന്നത്. പഴയ 10 രൂപ നോട്ടിൽ എന്താണ് ആലേഖനം ചെയ്തേക്കുന്നത്? വന്യമൃഗങ്ങളെയാണ് ആലേഖനം ചെയ്തേക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ പുതിയ 10 രൂപ നോട്ടിൽ എന്താണ് ആലേഖനം ചെയ്തേക്കുന്നത്? സൂര്യക്ഷേത്രം. പുതിയതാണ് സാധാരണ ചോദിച്ചു വരുന്നത്. അബദ്ധത്തിൽ നമ്മൾ തെറ്റിക്കാൻ വേണ്ടി പഴയത് ചോദിച്ചാലും നിങ്ങൾ പേടിക്കരുത്. അവിടെ ഏതാണ്? പഴയ 10 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തേക്കുന്നത് എന്താണ്? വന്യമൃഗങ്ങളെയാണ്. ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് 20 രൂപ നോട്ടാണ്.
പുതിയ 20 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തേക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലോറ ഗുഹകളാണ്. പുതിയ 20 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തേക്കുന്നത് എന്താണ്? എല്ലോറ ഗുഹകളാണ്. ഇനി നോക്കേണ്ടത് പഴയ 20 രൂപ നോട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കടൽ തീരം കാണാൻ പറ്റും. അത് വെറും കടൽ തീരമല്ല, ആൻഡമാനിലെ നോർത്ത് ബേ ഐലൻഡിൽ നിന്ന് കാണുന്ന കടൽ തീരമാണ് അവിടെ ആലേഖനം ചെയ്തേക്കുന്നത്. ആൻഡമാനിലുള്ള നോർത്ത് ബേ ഐലൻഡിൽ നിന്ന് കാണുന്ന ഏതാണ് കടൽ തീരം? ഓക്കെ ആണല്ലോ, അതൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പം പഴയ 20 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തേക്കുന്നത് എന്താണ്? നോർത്ത് ബേ ഐലൻഡിൽ നിന്ന് കാണുന്ന കടൽ തീരം. ആൻഡമാൻ നിക്കോബാറിലുള്ള ആൻഡമാനിലെ നോർത്ത് ബേ ഐലൻഡിൽ നിന്ന് കാണുന്ന കടൽ തീരമാണ് പഴയ 20 രൂപ നോട്ടിൽ എന്ത് ചെയ്തേക്കുന്നത്? ആലേഖനം ചെയ്തേക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി പുതിയ 50 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തേക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഹംപിയാണ്. പുതിയ 50 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തേക്കുന്നത് എന്താണ്? ഹംപിയാണ്. ഇനി പഴയ 50 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തേക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ പാർലമെന്റ് ആണ്. പഴയ 50 രൂപ നോട്ട് ആലേഖനം ചെയ്തേക്കുന്നത് ഏതാണ്? ഇന്ത്യൻ പാർലമെന്റ്. ഓക്കെ ആണല്ലോ. ഇനി ഓർക്കുക, പുതിയ 100 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തേക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ റാണി കി വാവ് എന്ന് പറയുന്നതാണ്. പുതിയ 100 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തേക്കുന്നത് ഏതാണ്? റാണി കി വാവ്. ഓക്കെ ആണല്ലോ. ഇനി പഴയ 100 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തേക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കാഞ്ചൻജംഗയാണ്. പഴയ 100 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തേക്കുന്നത് ഏതാണ്? കാഞ്ചൻജംഗ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നേരെ ഏതിലേക്ക് പോകാം? 500ലേക്ക് പോകാം. ഓക്കെ ആണല്ലോ. 500 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തേക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ റെഡ് ഫോർട്ടാണ്. 500 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തേക്കുന്ന ഏതാണ്? റെഡ് ഫോർട്ടാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ 200 രൂപ കേസ് വിട്ടുപോയി, അത് ഞാൻ ഇപ്പോൾ പറയാം. പുതിയ 500 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തേക്കുന്ന ഏതാണ്? റെഡ് ഫോർട്ടാണ്. ഇനി പഴയ 500 നമുക്ക് പറയാൻ പറ്റില്ല. ആ 500 എന്താണ്? ഡിമോണിറ്റൈസ് ചെയ്തതാണ്, നിരോധിച്ച നോട്ടാണ്. എങ്കിലും ഒന്ന് ഓർത്ത് വയ്ക്കുക, നിരോധിച്ച 500 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തേക്കുന്നത് ദണ്ഡി യാത്രയാണ്. ഓക്കെ ആണല്ലോ. നമ്മൾ ഡിമോണിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ 500 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തേക്കുന്നത് എന്തായിരുന്നു? ദണ്ഡി യാത്രയായിരുന്നു. 200 രൂപ നോട്ട് പുതിയ നോട്ടാണ്. അല്ല ആലേഖനം ചെയ്തേക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സാഞ്ചി സ്തൂപമാണ്. 200 രൂപ നോട്ടിൽ ഏതായിരുന്നു? സാഞ്ചി സ്തൂപം. ഓക്കെ ആണല്ലോ. 200 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തത് എന്താണ്? സാഞ്ചി സ്തൂപമാണ്. ഓക്കെ ആണല്ലോ. ഇനി 1000 രൂപ നോട്ട് ആൾറെഡി എന്ത് ചെയ്തു? നിരോധിച്ചിട്ടുണ്ടായിരുന്നു, അത് വേണ്ട നമുക്ക്. 2000 രൂപ 1000 നോട്ടിൽ ബാക്കിൽ വന്നിരുന്നെങ്കിൽ ശാസ്ത്ര സാങ്കേതിക പുരോഗതിയായിരുന്നു. പഴയ നിരോധിച്ച 1000 രൂപ നോട്ടിൽ ശാസ്ത്ര സാങ്കേതിക പുരോഗതി എന്ന രീതിയിലാണ് കൊടുത്തിരുന്നത്. അതേശേഷം 2000 നോട്ടും പിൻവലിച്ചു. നിരോധിച്ചല്ല, പിൻവലിച്ചു എന്ന് വെച്ചാൽ നോട്ടിൻ്റെ കണ്ടത് മാറ്റിയിട്ട് എന്ത് ചെയ്തു? ആളുടെ കയ്യിലുള്ള നോട്ട് മൊത്തം എന്ത് ചെയ്തു? തിരിച്ച് ബാങ്ക് എടുത്തു, പിൻവലിച്ചു. ആ 2000 രൂപ നോട്ടിലുണ്ടായിരുന്നത് മംഗൾയാനാണ്. 2000 നോട്ടിലുണ്ടായിരുന്ന ഏതായിരുന്നു? മംഗൾയാനായിരുന്നു. ഓക്കെ ആണല്ലോ. 1000 നോട്ട് നിരോധിച്ച നോട്ടാണ്. അതിനകത്ത് ഏതായിരുന്നു? ശാസ്ത്ര സാങ്കേതിക പുരോഗതിയായിരുന്നു. പിൻവലിച്ച 2000 രൂപ നോട്ടിലുണ്ടായിരുന്നത് ഏതാണ്? മംഗൾയാനാണ്. ഓക്കെ ആണല്ലോ. 2000 നോട്ടിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? മംഗൾയാനാണ് ആലേഖനം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും ഒന്നും എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നോട്ട് ഇറക്കേണ്ട കേസിനാണ് ഞാൻ ഇത്രയൊന്ന് പറഞ്ഞത്. ഓർത്ത് വയ്ക്കേണ്ട പോയിന്റ്, ഇന്ത്യയിൽ നോട്ട് അച്ചടിച്ചിറക്കുന്നത് ഏതൊക്കെ ഒഴികെ? 1 രൂപ നോട്ടും നാണയങ്ങളും ഒഴികെ നോട്ടുകൾ അച്ചടിച്ചിറക്കുന്നത് ആരാണ്? RBI ആണ്. 1 രൂപ നോട്ടും നാണയങ്ങളും അച്ചടിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? കേന്ദ്ര ധനകാര്യ വകുപ്പാണ്. 1 രൂപ നോട്ടിൽ ഒപ്പിടുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര ധനകാര്യ വകുപ്പ് സെക്രട്ടറിയാണ്. കേന്ദ്ര ധനകാര്യ വകുപ്പ് സെക്രട്ടറിയാണ് എന്ത് ചെയ്യുന്നത്? 1 രൂപ നോട്ടിൽ ഒപ്പിടുന്നത്. എന്നാൽ ഇന്ത്യയിലെ കറൻസി നോട്ടുകളും നാണയങ്ങളുടെയും വിതരണ അവകാശം ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ്? അത് RBIക്കാണ്. ഇന്ത്യയിൽ കറൻസിയുടെ വിതരണാവകാശം ആർക്കാണ്? RBIക്കാണ്. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഇന്ത്യയിൽ നോട്ട് അച്ചടിച്ചിറക്കുന്ന മാനദണ്ഡം, ഇന്ത്യയിൽ നോട്ട് അച്ചടിച്ചിറക്കുന്ന മാനദണ്ഡം ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചോണം. മിനിമം റിസർവ് സിസ്റ്റം. ഇന്ത്യയിൽ നോട്ട് അച്ചടിച്ചിറക്കുന്ന മാനദണ്ഡം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മിനിമം റിസർവ് സിസ്റ്റമാണ്. ഇന്ത്യയിൽ നോട്ട് അച്ചടിച്ചിറക്കുന്ന മാനദണ്ഡം ചോദിച്ചാൽ ഏതാണ്? മിനിമം റിസർവ് സിസ്റ്റം. എന്ന് വെച്ചാൽ നമ്മൾ പുതിയ നോട്ട് ഏതെങ്കിലും ഇറക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതിയ എത്ര രൂപയുടെ കറൻസിയാണ് ഇറക്കുന്നത്, അതിന് തുല്യമായിട്ടുള്ള വിദേശ കറൻസിയോ സ്വർണ്ണമോ, അല്ലെങ്കിൽ വിദേശ കറൻസി സ്വർണ്ണം രണ്ടും കൂടെ ചേർത്താണ് വയ്ക്കുന്നത്. വിദേശ കറൻസിയും സ്വർണ്ണവും എന്തായിട്ട് സൂക്ഷിക്കണം? കരുതൽ തരാൻ റിസർവ് ആയിട്ട് വച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ? നോട്ടുകൾ പുതിയത് അച്ചടിച്ചിറക്കാവൂ. ആ സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് മിനിമം റിസർവ് സിസ്റ്റം. അപ്പോൾ ഇന്ത്യയിൽ നോട്ടുകൾ അച്ചടിച്ചിറക്കുന്ന മാനദണ്ഡം ചോദിച്ചാൽ ഏതാണ്? മിനിമം റിസർവ് സിസ്റ്റമാണ്. ഓക്കെ ആണല്ലോ. അതൊന്ന് ഓർത്ത് വെച്ചോളൂ. ഇന്ത്യയിൽ നോട്ടുകൾ അച്ചടിച്ചിറക്കുന്ന മാനദണ്ഡം ഏതാണ്? മിനിമം റിസർവ് സിസ്റ്റം. ഓക്കെ ആണല്ലോ. ഇനി പ്രധാനമായിട്ട് ഒന്ന് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വിതരണം ചെയ്യാനുള്ള അവകാശം ആർക്കാണെന്ന് പറഞ്ഞു? RBIക്കാണെന്ന് പറഞ്ഞു. ഇനി നമ്മുടെ കറൻസിക്ക് എന്തുണ്ട്? ഒരു ചിഹ്നമുണ്ട് അല്ലേ? നമ്മുടെ എന്താണ്? രൂപ എന്ന് പറയുന്നതിൻ്റെ ഒരു ചിഹ്നമുണ്ട്.
ഓക്കെ, ഈ ചിഹ്നം ഡിസൈൻ ചെയ്ത ആരും ചോദിച്ചാൽ ആരാണ്? ഡി ഉദയകുമാറാണ്. ഇൻഷ്യൽ അടക്കം പഠിച്ചാണ്, ഒരു പ്രാവശ്യം ഇൻഷ്യൽ മാറ്റിയിട്ടാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. അപ്പോൾ ഇന്ത്യൻ കറൻസിയുടെ ചിഹ്നം ഡിസൈൻ ചെയ്തത് ആരാണ്? ഡി ഉദയകുമാർ. ഇന്ത്യൻ കറൻസിയുടെ ചിഹ്നം ഡിസൈൻ ചെയ്ത ആരാണ്? ഡി ഉദയകുമാറാണ്. ഔദ്യോഗികമായിട്ട് ഇത് അംഗീകരിച്ചതെന്ന് ചോദിച്ചാൽ 2010 ജൂലൈ 15 അപ്പോൾ ഇന്ത്യയുടെ രൂപയുടെ ചിഹ്നം ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചത് എന്നാണ്? 2010 ജൂലൈ 15 ഓക്കെ ആണല്ലോ. രൂപയുടെ ചിഹ്നം ഡിസൈൻ ചെയ്തത് ഡി ഉദയകുമാർ. ഔദ്യോഗികമായിട്ട് അംഗീകരിച്ച ഡേറ്റ് ചോദിച്ചാൽ 2010 ജൂലൈ 15 ഓക്കെ ആണല്ലോ. കറൻസിക്ക് ചിഹ്നം വരുന്ന 5ാമത്തതാണ് ഇന്ത്യൻ കറൻസി. 5ാമത് ഇതിന് മുമ്പ് വേറെ 4 രാജ്യങ്ങൾക്ക് ഉണ്ടായിരുന്നു. 5ാമത്തെ രാജ്യമാണ് ഏതെന്ന് പറയുന്നത്? ഇന്ത്യ എന്ന് പറയുന്നത്. കറൻസിക്ക് എന്ത് വരുന്നത്? ആ സിമ്പൽ വരുന്ന 5ാമത്തെ സിമ്പലുള്ള 5ാമത്തെ രാജ്യമാണ് ഏതെന്ന് പറയുന്നത്? ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ ഇത്രയും കാര്യമാണ് നമുക്ക് ഈ നോട്ട് ഇറക്കലുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കണം. നോട്ട് ഇറക്കൽ എന്ന് പറഞ്ഞാൽ കുറച്ച് പോയിന്റേ ഉള്ളൂ, ആ കൂടെ 2 പോയിന്റേ ഉള്ളൂ. 1 രൂപ നോട്ടും നാണയങ്ങൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ കറൻസികളും അച്ചടിക്കുന്ന ആരാണ്? RBI ആണ്. ഇന്ത്യയിലെ എല്ലാ നോട്ടുകളുടെയും എല്ലാ കറൻസികളുടെയും നാണയങ്ങളുടെയും വിതരണാവകാശം ആർക്കാണ്? RBIക്കാണ്. അത്രയേ ഉള്ളൂ പോയിന്റ്. പിന്നെ ബാക്കിയുള്ളെല്ലാം അഡീഷണൽ ആയിട്ട് വരുന്ന പോയിന്റാണ്, അത് ക്ലിയർ ചെയ്ത് ഓർത്ത് വെച്ചോണം. 1 രൂപ നോട്ടിൽ 1 രൂപ നോട്ട് നാണയങ്ങളും പുറത്തിറക്കുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പാണ്. 1 രൂപ നോട്ടിൽ ആലേഖനം ചെയ്യുന്നത് 1 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് സാഗർ സാമ്രാട്ട് കപ്പലാണ്. പിന്നെ ഓർക്കേണ്ട പോയിന്റ്, 1 രൂപ നോട്ടിൽ ഒപ്പിടുന്നത് ധനകാര്യ സെക്രട്ടറിയാണ്. ആ 3ഉം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പറഞ്ഞത് നമ്മൾ ബാക്കിയുള്ള നോട്ടുകളുടെ കേസാണ് പറഞ്ഞത്. 5 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തേക്കുന്നത് ട്രാക്ടറാണ്. 10 രൂപ നോട്ടിൽ ആലേഖനം ചെയ്യുന്ന പുതിയതാണെങ്കിൽ സൂര്യക്ഷേത്രവും പഴയതാണെങ്കിൽ വന്യമൃഗങ്ങളുമാണ്. 20 രൂപ നോട്ടിലാണെങ്കിൽ എല്ലോറ ഗുഹകളാണ് പുതിയതിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. പഴയതിലാണെങ്കിൽ നോർത്ത് ബേ ഐലൻഡിൽ നിന്ന് കാണപ്പെടുന്ന കടൽ തീരമാണ്. എവിടെ നിന്ന് കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർത്ത് ബേ ഐലൻഡിൽ നിന്ന് കാണുന്നതാണ്. ഓക്കെ ആണല്ലോ. അടുത്ത് 50 രൂപ നോട്ടിൽ പഴയതിലാണെങ്കിൽ ഇന്ത്യൻ പാർലമെൻറ്റും പുതിയതിലാണെങ്കിൽ ഹംപിയുമാണ് കാണപ്പെടുന്നത്. 100 രൂപ നോട്ടാണെങ്കിൽ റാണി കി വാവാണ് കാണിച്ചിരിക്കുന്നത്. പഴയ നോട്ടാണെങ്കിൽ കാഞ്ചൻജംഗയാണ്. സിക്കിമിലെ ഏതൊരു സ്പോട്ടിൽ നിന്ന് നോക്കുന്ന കാഞ്ചൻജംഗ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്പോട്ട് ഞാൻ വിട്ടുപോയി. നോക്കുക, കാഞ്ചൻജംഗ ഹിമാലയ പർവ്വതത്തിലെ കാഞ്ചൻജംഗയാണ് ഏതിൽ കാണിച്ചിരിക്കുന്നത്? നമ്മുടെ 100 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. പിന്നെ 200 രൂപ നോട്ടാണെങ്കിൽ സാഞ്ചി സ്തൂപം. 200 നോട്ടിൽ ഏതാണ്? സാഞ്ചി സ്തൂപമാണ്. 500 രൂപ നോട്ടിലാണെങ്കിൽ റെഡ് ഫോർട്ടാണ്. പഴയ 500 രൂപയാണെങ്കിൽ എന്താണ്? ദണ്ഡി യാത്ര. എന്നുവെച്ചാൽ നിരോധിച്ച 500 ഏതായിരുന്നു? ദണ്ഡി യാത്രയായിരുന്നു. പിന്നെ ഓർക്കേണ്ട പോയിന്റ്, നിരോധിച്ച 1000 രൂപയിലാണെങ്കിൽ ഏതാണ്? ശാസ്ത്ര സാങ്കേതിക പുരോഗതിയാണ് കാണിച്ചിരിക്കുന്നത്. അതേപോലെ പിൻവലിച്ച 2000 നോട്ടിനകത്താണെങ്കിൽ അതിനകത്ത് കൊടുത്തേക്കുന്ന ചിഹ്നം ഏതാണ്? മംഗൾയാനാണ്. ആലേഖനം ചെയ്തേക്കുന്നത് എന്താണ്? മംഗൾയാനാണ്. ഇങ്ങനെ രൂപയുടെ ചിഹ്നം ഡിസൈൻ ചെയ്ത വ്യക്തി ഡി ഉദയകുമാർ. രൂപയുടെ ചിഹ്നം ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചത് 2010 ജൂലൈ 15. കറൻസിക്ക് ഔദ്യോഗികമായിട്ട് ചിഹ്നമുള്ള 5ാമത്തെ രാജ്യമാണ് ഇന്ത്യ. കറൻസിക്ക് ചിഹ്നമുള്ള എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 5ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മൾ RBIയുടെ ധർമ്മങ്ങളിൽ ഒന്നാമതായിട്ട് പഠിക്കേണ്ടത്, നോട്ട് ഇറക്കൽ. അതേപോലെ നമ്മുടെ ഇന്ത്യയിൽ കറൻസി അച്ചടിച്ചിറക്കുന്നതിൻ്റെ മാനദണ്ഡം ചോദിച്ചാൽ ഏതാണ്? മിനിമം റിസർവ് സിസ്റ്റം. ഓക്കെ ആണല്ലോ. ഇത്രയും നോക്കി വെക്കുക. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ധർമ്മം പഠിച്ചു, നോട്ട് ഇറക്കൽ എന്നുള്ള ധർമ്മം. രണ്ടാമത്തെ ധർമ്മം ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഗവൺമെൻറ്റിൻ്റെ ബാങ്ക്. അപ്പോൾ RBIയുടെ രണ്ടാമത്തെ ധർമ്മം ചോദിച്ചാൽ ഏതാണ്? ഗവൺമെൻറ്റിൻ്റെ ബാങ്ക്. ഈ ഇനി പറയുന്ന ഒരെണ്ണം കൂടെ ഉള്ളൂ. ഈ 3 എണ്ണം മാത്രമേ നമുക്ക് ഇത്രയും ഡീപ്പായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ബാക്കിയുള്ള നിങ്ങൾ പോയിന്റ് ചെയ്ത് പഠിച്ചാൽ മാത്രം മതി. ഓക്കെ ആണല്ലോ. ഗവൺമെൻറ്റിൻ്റെ ബാങ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ഗവൺമെൻറ്റിൻ്റെ നിക്ഷേപം സൂക്ഷിക്കുക, സർക്കാരിന് വേണ്ടി അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് വേണ്ടിയുള്ള ഇടപാടുകൾ നടത്തുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ബാങ്ക് എന്ന ധർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒന്നാമത്തെ പോയിന്റ്, ഗവൺമെൻറ്റിൻ്റെ എന്ത് സൂക്ഷിക്കുക? നിക്ഷേപങ്ങൾ സൂക്ഷിക്കുക. അതേപോലെ എന്ത് ചെയ്യുക? ഗവൺമെൻറ്റിന് വേണ്ടിയുള്ള ഇടപാടുകൾ നടത്തുക. ഗവൺമെൻറ്റിന് വേണ്ടിയുള്ള ഇടപാടുകൾ നടത്തുക. ഇതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഗവൺമെൻറ് ബാങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നതിൻ്റെ ഒന്നാമത്തെ പോയിന്റ്. ഗവൺമെൻറ്റിന് വേണ്ടത് എന്ത് ചെയ്യുക? നിക്ഷേപം നടത്തുക, അല്ലെങ്കിൽ നിക്ഷേപം സൂക്ഷിക്കുക. നടത്തുക എന്നല്ല, നിക്ഷേപം സൂക്ഷിക്കുക. ഗവൺമെൻറ്റിന് വേണ്ടിയുള്ള ഇടപാടുകൾ എന്ത് ചെയ്യുക? നടത്തുക. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റിന് വേണ്ടിയുള്ള വിദേശ നാണയങ്ങളുടെ ക്രയവിക്രയങ്ങൾ നടത്തുക. ഗവൺമെന്റിന് വേണ്ടി വിദേശ നാണയങ്ങളുടെ എന്ത് ചെയ്യുക? ക്രയവിക്രയം നടത്തുക. വിദേശ നാണയങ്ങളുടെ ക്രയവിക്രയം നടത്തുക. രണ്ടാമത്തെ പോയിന്റ്. ഒന്നാമത്തെ പോയിന്റ്, ഗവൺമെന്റ് നിക്ഷേപം എന്ത് ചെയ്യുക? സൂക്ഷിക്കുക. അതേപോലെ എന്ത് ചെയ്യുക? ഗവൺമെന്റ് വേണ്ടിയുള്ള ഇടപാടുകൾ എന്ത് ചെയ്യുക? നടത്തുക. രണ്ടാമത്തെ പോയിന്റ്, വിദേശ നാണയങ്ങളുടെ ക്രയവിക്രയം. എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് അറിയാം, നമുക്കിവിടെ നിന്ന് ഇന്ത്യക്ക് വേണ്ടി എന്തെങ്കിലും ആവശ്യങ്ങൾ പുറം രാജ്യത്തിനായിരിക്കും വാങ്ങിക്കുന്നത്.
അല്ലേ? ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഫ്രാൻസിൽ നിന്ന് എന്ത് ചെയ്തു? റാഫേൽ വിമാനം വാങ്ങിച്ചു അല്ലേ? ഈ റാഫേൽ വിമാനം വാങ്ങിച്ചപ്പോൾ നമ്മൾ ഇന്ത്യൻ പൈസ അവിടെ കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ അവർ സ്വീകരിക്കുമോ? ഒരിക്കലും സ്വീകരിക്കില്ല. കാരണം ആ പൈസ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവർ നോക്കുന്ന പറഞ്ഞാൽ പൂർണ്ണമായിട്ടും എന്താണ്, ലോകം മൊത്തം അംഗീകരിച്ചിട്ടുള്ള ഒരു വിദേശ കറൻസി ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ആ കറൻസിയിലാണ് അതിൻ്റെ മൂല്യം പറയുന്നത്, ആ കറൻസി ആയിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, സ്വീകരിക്കുന്നത്. ചിലപ്പോൾ യൂറോയിലായിരിക്കും, ചിലപ്പോൾ എന്തായിരിക്കും, ഡോളറിലായിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് ആയിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ടും നമ്മളെല്ലാവരും നോക്കുന്നത്. അപ്പോൾ വിദേശം എന്തെങ്കിലും സാധനം ഇറക്കുമതി ചെയ്യണമെങ്കിൽ പോലും നമ്മൾ ഇവിടുന്ന് കൊടുക്കേണ്ട എന്താണ്, വിദേശ നാണയമായിരിക്കും കൊടുക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഗവൺമെന്റിന് വേണ്ടിയുള്ള വിദേശ നാണയങ്ങളുടെ ക്രയവിക്രയങ്ങൾ നടത്തുന്നത്, വാങ്ങലും കൊടുക്കലും നടത്തുന്നത് ആരായിരിക്കും? RBI ആയിരിക്കും. എന്ന് വെച്ചാൽ ഗവൺമെന്റിന് വേണ്ടിയുള്ള വിദേശ നാണയങ്ങളുടെ ക്രയവിക്രയങ്ങൾ നടത്തുന്നത് ആരാണ്? RBI ആണ്. ഓക്കെ ആണല്ലോ. ഇനി ഇതേപോലെ നിങ്ങൾ പഠിക്കേണ്ട അടുത്തൊരു പോയിന്റാണ്, ഈ റിസർവ് ബാങ്ക് സർക്കാരിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ ഗവൺമെന്റിന് വേണ്ടിയുള്ള ഒരു ഏജന്റായും പ്രവർത്തിക്കും, അതേപോലെ ഒരു ഉപദേശകനായും പ്രവർത്തിക്കും. ഏജന്റായും പ്രവർത്തിക്കും, അതേപോലെ എന്തായിട്ടും പ്രവർത്തിക്കും, ഒരു ഉപദേശകനായും പ്രവർത്തിക്കും. ഓക്കെ ആണല്ലോ. നമുക്കറിയാം IMF, വേൾഡ് ബാങ്ക്, ഇങ്ങനത്തെ രണ്ട് സംഘടനകളുണ്ട് നമുക്കറിയാം. ഓക്കെ ആണല്ലോ. വേൾഡ് ബാങ്കിന്റെ ഫുൾ പേരാണ് ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇതേപോലെ ഈ ഫിനാൻസ് അല്ലെങ്കിൽ ധനകാര്യപരമായിട്ടുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അന്താരാഷ്ട്ര സംഘടനകളിൽ ഇന്ത്യക്ക് വേണ്ടി പ്രതിനിധീകരിക്കുന്നത് റിസർവ് ബാങ്കിൻ്റെ ആളായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ അവിടെ എന്താണ്, ഇന്ത്യയുടെ, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഏജൻ്റായിട്ടായിരിക്കും ആര് പ്രവർത്തിക്കുന്നത്? RBI പ്രവർത്തിക്കുന്നത്. അതേപോലെ ഇന്ത്യയിൽ ചില നയങ്ങൾ രൂപീകരിക്കാൻ നേരത്ത് അവിടെ ഉപദേശകനായി വരുന്നത് ആരായിരിക്കും? RBI ആയിരിക്കും. ഇന്ത്യയിലെ ധനകാര്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും നടപടികളെടുക്കാൻ വേണ്ടി അവിടെ ഒരു ഉപദേശകനായി പ്രവർത്തിക്കുന്നതും ആരായിരിക്കും? RBI ആയിരിക്കും. അപ്പം ഗവൺമെന്റിന് വേണ്ടി ഏജന്റായും പ്രവർത്തിക്കും, അതേപോലെ ഗവൺമെന്റിന് വേണ്ടി എന്തായിട്ട് പ്രവർത്തിക്കും, ഒരു ഉപദേശകനായി മാറുന്നത് ആരായിരിക്കും? RBI ആയിരിക്കും. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾ ഗവൺമെന്റ് ബാങ്ക് എന്നതുകൊണ്ട് വെച്ച് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. അപ്പോൾ ഗവൺമെന്റ് ബാങ്ക് എന്ന ധർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഗവൺമെന്റിന് വേണ്ടിയുള്ള നിക്ഷേപങ്ങൾ സൂക്ഷിക്കുക, അതേപോലെ ഗവൺമെന്റിന് വേണ്ടിയുള്ള ഇടപാടുകൾ നടത്തുക. രണ്ടാമത്തെ പോയിന്റ്, ഗവൺമെന്റ് സർക്കാർ അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റിന് വേണ്ടിയുള്ള വിദേശ നാണയങ്ങളുടെ ക്രയവിക്രയങ്ങൾ നടത്തുക. വിദേശ നാണയങ്ങളുടെ എന്ത് നടത്തുക? ക്രയവിക്രയങ്ങൾ നടത്തുക. ഗവൺമെന്റിന്റെ ഒരു ഏജന്റായും പ്രവർത്തിക്കുക, അതേപോലെ ഗവൺമെന്റിന് വേണ്ട ഉപദേശകനായും പ്രവർത്തിക്കുക. ഗവൺമെന്റിന് വേണ്ടി എന്ത് ചെയ്യുക? ഒരു ഉപദേശകനായും പ്രവർത്തിക്കുക. ഇത്രയാണ് RBI എന്താണ് ഗവൺമെന്റിന്റെ ബാങ്ക് എന്ന ധർമ്മം കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ്? നിക്ഷേപം സൂക്ഷിക്കുക, അതേപോലെ എന്ത് ചെയ്യുക? ഗവൺമെന്റ് ഇടപെടൽ നടത്തുക, വിദേശ നാണയങ്ങളുടെ ക്രയവിക്രയങ്ങൾ നടത്തുക, ഗവൺമെന്റ് ഏജന്റായി പ്രവർത്തിക്കുക, ഉപദേശകനായും പ്രവർത്തിക്കുക. ഓക്കെ ആണല്ലോ. അതാണ് രണ്ടാമത്തെ ധർമ്മം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ ധർമ്മം എന്ന് പറയുന്നത് ബാങ്കുകളുടെ ബാങ്ക് അല്ലെങ്കിൽ ബാങ്കേഴ്സ് ബാങ്ക് എന്നോ അങ്ങനെയൊക്കെ നമുക്ക് പറയാം. ബാങ്കുകളുടെ ബാങ്ക് RBIയുടെ മൂന്നാമത്തെ ധർമ്മമാണ് എന്ത് പറയുന്നത്? ബാങ്കുകളുടെ ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ബാങ്കുകളുടെ ബാങ്ക് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് ഇവിടെ ഒന്നാമത്തെ അവരുടെ ജോലി എന്ന് പറയുന്നത് ബാങ്കുകളുടെ CRR സൂക്ഷിക്കുന്നു. എന്ത് സൂക്ഷിക്കുന്നു? CRR. എന്താണ് CRR? അല്ലെങ്കിൽ മലയാളമാണ് കരുതൽ ധനാനുപാതം എന്ന് പറയും, ക്യാഷ് റിസർവ് റേഷ്യോ. ഓക്കെ ആണല്ലോ. ഡീറ്റെയിൽഡ് ആയിട്ട് പണനയം വരുമ്പോൾ വീണ്ടും നമുക്ക് പോകാം. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ബാങ്കുകൾക്ക് ലഭിക്കുന്ന നിക്ഷേപങ്ങളിൽ പൂർണ്ണമായിട്ടെടുത്ത് ഒരിക്കലും വായ്പകൾ നൽകാൻ പറ്റില്ല. ബാങ്ക് പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ നോർമലി സാധാരണ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് ആളുകളെ നിക്ഷേപം സ്വീകരിക്കും, ആ നിക്ഷേപം എടുത്ത് ലോണായിട്ട് കൊടുത്ത് പോവും. അതിൽ നിന്ന് ലഭിക്കുന്ന പലിശയാണ് അവർക്ക് ഉണ്ടെന്നിട്ട് ആ പലിശ തമ്മിലുള്ള വ്യത്യാസമാണ് ബാങ്കിൻ്റെ എന്തെന്ന് പറയുന്നത്? ലാഭം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. വായ്പ കൊടുക്കുക, നിക്ഷേപം സ്വീകരിക്കുക, നിക്ഷേപം കിട്ടുന്ന പൈസ എടുത്ത് വായ്പ കൊടുക്കും. എന്നാൽ ബാങ്കുകൾക്ക് ലഭിക്കുന്ന നിക്ഷേപം ഫുള്ളായിട്ട് എന്ത് കൊടുക്കാൻ പറ്റത്തില്ല? വായ്പ കൊടുക്കാൻ പറ്റത്തില്ല. ബാങ്കുകൾക്ക് ലഭിക്കുന്ന സ്ഥിര നിക്ഷേപത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം കരുതൽ ധനമായിട്ട് റിസർവ് ബാങ്കിൽ സൂക്ഷിക്കണം. ആ റേഷ്യോയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? CRR എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് CRR 10% വിചാരിക്കുക. ഞാനൊരു ബാങ്ക് നടത്തുകയാണെങ്കിൽ എനിക്ക് 1 ലക്ഷം രൂപ നിക്ഷേപം വന്നു കഴിഞ്ഞാൽ ആ 1 ലക്ഷം രൂപ എടുത്ത് എനിക്ക് വേറൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ലോൺ കൊടുക്കാൻ പറ്റത്തില്ല. ആ 10% മാറ്റിക്കഴിഞ്ഞാൽ 90,000 രൂപ മാത്രമേ എനിക്ക് ലോൺ കൊടുക്കാൻ പറ്റുള്ളൂ. CRR 10% ആണെങ്കിൽ 90,000 രൂപ മാത്രമേ എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റുള്ളൂ? ലോൺ കൊടുക്കാൻ പറ്റുള്ളൂ. ഡൗട്ട് ആണെങ്കിൽ 100 രൂപ വെച്ച് ആലോചിച്ചാൽ മതി. 100 രൂപ നിക്ഷേപം വരുന്നു, 10 രൂപ CRR ആണെങ്കിൽ 10 രൂപ മാറ്റിയിട്ട് 90 രൂപയെ എനിക്ക് വേറൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ലോണായിട്ട് അല്ലെങ്കിൽ വായ്പയായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൊടുക്കാൻ പറ്റുള്ളൂ. ഈ പൈസ നമ്മൾ എവിടെ സൂക്ഷിക്കണം? RBIയിൽ സൂക്ഷിക്കണം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? CRR ഉണ്ട്. അപ്പോൾ ബാങ്കുകളുടെ CRR സൂക്ഷിക്കുന്നത് ആരാണ്? RBI ആണ്. ഓക്കെ ആണല്ലോ. അതേപോലെ വാണിജ്യ ബാങ്കുകൾക്ക് വേണ്ടിയുള്ള ഫണ്ടുകൾ നൽകുന്നതും ആരായിരിക്കും? RBI ആയിരിക്കും. ഹ്രസ്വകാലാവാം, ദീർഘകാലാവാം. അപ്പോൾ വാണിജ്യ ബാങ്കുകൾക്ക് വേണ്ടിയുള്ള ഫണ്ടുകൾ നൽകുന്നു. ഹ്രസ്വകാല ഫണ്ടുകൾ അല്ലെങ്കിൽ ദീർഘകാലം അങ്ങനെ ആലോചിക്കുക. പ്രധാനമായിട്ടും ഹ്രസ്വകാല ഫണ്ടുകളാണ്. വാണിജ്യ ബാങ്കുകൾക്ക് ആവശ്യമായിട്ട് എന്ത് നൽകുന്നു? ഹ്രസ്വകാല ഫണ്ടുകൾ നൽകുന്നു. ഓക്കെ ആണല്ലോ. അതേപോലെ വാണിജ്യ ബാങ്കുകൾക്ക് വേണ്ടിയുള്ള മേൽനോട്ടവും നിയന്ത്രണവും.
വാണിജ്യ ബാങ്കുകൾക്ക് മേൽ എന്താണ് മേൽനോട്ടവും നിയന്ത്രണവും നടത്തുന്നത് ആരാണ്? RBI ആണ്. വാണിജ്യ ബാങ്കുകൾക്ക് മേൽ മേൽനോട്ടവും നിയന്ത്രണവും ചെയ്യുന്നത് ആരാണ്? RBI ആണ്. ഓക്കെ ആണല്ലോ. ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ബാങ്കുകളുടെ ബാങ്ക് എന്ന് പറയുമ്പോൾ ഓർക്കേണ്ട പോയിന്റ് ഒന്ന് CRR സൂക്ഷിക്കുന്നു, കരുതൽ ധനാനുപാതം അല്ലെങ്കിൽ കരുതൽ ധനം സൂക്ഷിക്കുന്ന ആരാണ്? RBI ആണ്. രണ്ടാമത്തെ പോയിന്റ് ബാങ്കുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ നൽകുന്നത് ആരാണ്? RBI ആയിരിക്കും. അതേപോലെ വാണിജ്യ ബാങ്കുകൾക്ക് മേൽനോട്ടവും അതേപോലെ നിയന്ത്രണവും നടത്തുന്നതും ആരാണ്? RBI ആണ്. ഇതാണ് നമ്മൾ എത്രാമത്തെ ധർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മൂന്നാമത്തെ ധർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ധർമ്മം എന്താണ്? ബാങ്കുകളുടെ ബാങ്ക് എന്നാണ് ധർമ്മം. ഓക്കെ ആണല്ലോ. ഈ രണ്ട് പോയിന്റ് മാത്രമേ നിങ്ങൾക്ക് എന്താണ് പോയിന്റ് ഔട്ട് ചെയ്ത് പഠിക്കാവുള്ളൂ. രണ്ട് ധർമ്മങ്ങൾ, ഗവൺമെന്റിന്റെ ബാങ്ക്, എന്താണ് ബാങ്കുകളുടെ ബാങ്ക്. ഒന്നാമത്തെ പോയിന്റ് ഔട്ട് ചെയ്ത് പഠിക്കാല്ല, ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ നോക്കി വെച്ചത്. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, ഈ മൂന്നെണ്ണം വെച്ച് മാത്രം നിങ്ങൾക്ക് എന്തായിട്ട് ചോദിക്കാം? സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദിക്കാം. നിക്ഷേപം സൂക്ഷിക്കുക, ഇടപാടുകൾ നടത്തുക. അതേപോലെ ഗവൺമെന്റിന്റെ വിദേശ നാണയങ്ങളുടെ ക്രയവിക്രയങ്ങൾ നടത്തുക. ഗവൺമെന്റ് ഏജന്റായി പ്രവർത്തിക്കുക, ഉപദേശകനായി പ്രവർത്തിക്കുക. എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഗവൺമെന്റിന്റെ ബാങ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാങ്കുകളുടെ ബാങ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാങ്കുകളുടെ വാണിജ്യ ബാങ്കുകളുടെ CRR സൂക്ഷിക്കുന്നു. രണ്ടാമത്തത് വാണിജ്യ ബാങ്കുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ നൽകുന്നു. വാണിജ്യ ബാങ്കുകൾക്ക് മേൽനോട്ടവും നിയന്ത്രണവും നടത്തുന്നു. അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബാങ്കുകളുടെ ബാങ്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നാലാമത്തെ ധർമ്മം ചോദിച്ചു കഴിഞ്ഞാൽ വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ. എന്താണ്? വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ, കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്ന് പറയും. വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ. ഓക്കെ ആണല്ലോ. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കേസ്, നമ്മുടെ കരുതൽ ധനമായിട്ടുള്ള വിദേശ നാണയങ്ങളും അതേപോലെ സ്വർണവും സൂക്ഷിക്കുന്നത് ആരാണ്? RBI ആണ്. ഓക്കെ ആണല്ലോ. അപ്പം വിദേശ നാണയത്തിന്റെയും സ്വർണത്തിന്റെയും കരുതൽ ധനങ്ങളും എല്ലാം സൂക്ഷിക്കുന്നത് ആരായിരിക്കും? RBI ആയിരിക്കും. നമ്മൾ പറഞ്ഞു നേരത്തെ മിനിമം റിസർവ് സിസ്റ്റത്തിൽ കരുതൽ ധനമായിട്ട് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നോട്ട് അച്ചടിച്ചിറക്കാൻ പറ്റും പറഞ്ഞു. അപ്പോൾ ഈ നോട്ട് അച്ചടിച്ചിറക്കുന്നതിന്റെ മൊത്തം ഈ കരുതൽ ധനങ്ങൾ സൂക്ഷിക്കുന്നതിന്റെ ജോലി ആർക്കാണ്? RBIക്കാണ്. അതുകൊണ്ട് അവിടെ ഓർക്കേണ്ടത് വിദേശ നാണയത്തിന്റെ എന്താണ്? വിദേശ നാണയം സ്വർണത്തിന്റെയും കരുതൽ ധനം സൂക്ഷിക്കുന്നത് ആരാണ്? RBI ആണ്. ആ ഒരു പോയിന്റ് വെച്ചാണ് ഇത് പറയുന്നത് വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ. വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ. ഓക്കെ ആണല്ലോ. ഇനി നോക്കേണ്ടത് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് അഞ്ചാമത്തെ പോയിന്റ്, ആപൽ ഘട്ടങ്ങളിലെ സഹായി. എന്താണ്? ആപൽ ഘട്ടങ്ങളിലെ സഹായി. ഇപ്പം വാണിജ്യ ബാങ്കുകൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മളെ സഹായിക്കാൻ എത്തുന്നത് ആരായിരിക്കും? RBI ആയിരിക്കും. ഓക്കെ. ഇപ്പം വായ്പകളും എല്ലാം പോയിട്ട് തിരിച്ചൊന്നും വരണില്ല, ബാങ്കുകൾ പൊളിയുന്നതിൻ്റെ വക്കിൽ നിന്ന് കഴിഞ്ഞാൽ ആരുടെ സഹായത്തിന് അഭ്യർത്ഥിക്കാം? RBI അടുത്ത് ചോദിക്കാം. RBI അവരെന്ത് ചെയ്യും? സഹായിക്കും. അപ്പോൾ ആപൽ ഘട്ടങ്ങളിൽ സഹായിക്കുന്ന ബാങ്കുകൾ, വാണിജ്യ ബാങ്കുകളെ സഹായിക്കുന്നത് ആരായിരിക്കും? RBI ആയിരിക്കും. ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കേണ്ടത് പണ സപ്ലൈയുടെ നിയന്ത്രകൻ. എന്താണ്? പണ സപ്ലൈയുടെ നിയന്ത്രകൻ അല്ലെങ്കിൽ പണത്തിൻ്റെ അളവ് ഇന്ത്യയിൽ നിയന്ത്രിക്കുന്നത് ആരാണ്? RBI ആണ്. പണ സപ്ലൈയുടെ നിയന്ത്രകൻ. ഓക്കെ ആണല്ലോ. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ പണത്തിൻ്റെ അളവ് എങ്ങനെ കൂട്ടണോ കുറയ്ക്കണോ, പണത്തിൻ്റെ സപ്ലൈ എന്ത് ചെയ്യണം? കൂട്ടണോ കുറയ്ക്കണോ, അല്ലെങ്കിൽ അതിൻ്റെ നിയന്ത്രണം, ഇവയെല്ലാം ചുമതലയേറ്റിരിക്കുന്നത് ആരാണ്? RBI ആണ്. ആ ഒരു പോയിന്റ് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? പണ സപ്ലൈയുടെ നിയന്ത്രകൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പണത്തിൻ്റെ അളവ്, ഇന്ത്യയിൽ പണം കൂടുതലായിട്ട് ആളുകളിലേക്ക് എത്തണോ അല്ലെങ്കിൽ കുറച്ച് മതിയോ എത്തിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടി RBI പുറത്തിറക്കുന്ന നയങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പണനയം എന്ന് വിളിക്കും. എന്ത് വിളിക്കും? പണനയം. അപ്പോൾ പണത്തിൻ്റെ സപ്ലൈ നിയന്ത്രിക്കുവാൻ വേണ്ടി RBI പുറത്തിറക്കുന്ന നയങ്ങളെ വിളിക്കുന്ന പേരാണ് ഏതെന്ന് പറയുന്നത്? പണനയം എന്ന് പറയുന്നത്. പണനയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ പോയിന്റുകൾ പറയാനുണ്ട്. അല്ലെങ്കിൽ സെപ്പറേറ്റ് നിങ്ങൾക്ക് ഒരു ക്ലാസ് ആയിട്ട് നിങ്ങൾ എടുത്തുതരാം. ഒരു അരമണിക്കൂർ നിങ്ങളൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഇരുന്നാൽ മാത്രം മതി. ആ അരമണിക്കൂർ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ഞാൻ പഠിപ്പിച്ച് എന്ത് ചെയ്താൽ ക്ലിയർ ചെയ്ത് തരാം. ഡിഗ്രി ലെവലിലൊക്കെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? പണ സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതൊന്ന് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് എടുത്തു തരാം. പക്ഷേ ഇവിടെ ആലോചിക്കുക, അപ്പോൾ ഇവിടെ ധർമ്മം പറയുമ്പോൾ ഒന്ന് ഓർത്ത് വെച്ചോണം, പണ സപ്ലൈയുടെ നിയന്ത്രകൻ ചോദിച്ച ആരാണ്? RBI ആണ്. ഓക്കെ ആണല്ലോ. ഇനി അതേപോലെ ഇവിടെ ഓർത്ത് വെക്കേണ്ട മറ്റൊരു പോയിന്റാണ് റിപ്പോർട്ടുകളുടെ പ്രസിദ്ധീകരണം. RBIയുടെ അടുത്ത ധർമ്മമാണ് എന്തെന്ന് പറയുന്നത്? റിപ്പോർട്ടുകളുടെ പ്രസിദ്ധീകരണം. ഓക്കെ ആണല്ലോ. റിപ്പോർട്ടുകളുടെ പ്രസിദ്ധീകരണം എന്ന് ഉദ്ദേശിക്കുന്നത് സാമ്പത്തിക ആസൂത്രണത്തിനും അതേപോലെ നയരൂപീകരണങ്ങൾക്കും, പ്ലാനിങ്ങിനും അതേപോലെ നയങ്ങൾ രൂപീകരിക്കുവാനും ആവശ്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ ആര് പ്രസിദ്ധീകരിക്കുന്നുണ്ട്? RBI പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റിപ്പോർട്ടുകളുടെ പ്രസിദ്ധീകരണം എന്ന പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത് നമുക്ക് നോക്കേണ്ട എട്ടാമത്തെ ധർമ്മം ചോദിച്ചു കഴിഞ്ഞാൽ ധാർമ്മിക പ്രേരണ. എന്താണ്? ധാർമ്മിക പ്രേരണ എന്നാണ്. ഓക്കെ. ധാർമ്മിക പ്രേരണ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേന്ദ്ര ബാങ്കിൻ്റെ വായ്പാ നയങ്ങൾ, അല്ലെങ്കിൽ കേന്ദ്ര ബാങ്കിൻ്റെ നയങ്ങൾ പ്രധാനമായിട്ടും വായ്പാ നയങ്ങളാണ്. വായ്പാ നയങ്ങൾ നടപ്പിലാക്കുവാൻ അംഗ ബാങ്കുകൾ എന്ന് വെച്ചാൽ ബാക്കിയുള്ള വാണിജ്യ ബാങ്കുകളെ പ്രേരിപ്പിക്കുക, അവരെ കൊണ്ട് എന്ത് ചെയ്യുക? ആ നയങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി നടപ്പിലാക്കിക്കുക. ആ ഒരു ധർമ്മത്തിനാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ധാർമ്മിക
പ്രേരണ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓർക്കുക, കേന്ദ്ര ബാങ്കിൻ്റെ വായ്പാ നയങ്ങളെ നടപ്പിലാക്കുവാൻ അംഗ ബാങ്കുകൾ, ദാറ്റ് മീൻസ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ, വാണിജ്യ ബാങ്കുകളെ എന്ത് ചെയ്യുക? വാണിജ്യ ബാങ്കുകളെ പ്രേരിപ്പിക്കുക. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്? ധാർമ്മിക പ്രേരണ എന്ന ധർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി പ്രത്യക്ഷ നടപടികൾ, ലാസ്റ്റ് ധർമ്മമാണ് പ്രത്യക്ഷ നടപടികൾ എന്ന് പറയുന്നത്. പ്രത്യക്ഷ നടപടികൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേന്ദ്ര ബാങ്കിൻ്റെ നയങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന വാണിജ്യ ബാങ്കുകൾക്കെതിരെ സ്വീകരിക്കുന്ന ശിക്ഷാ നടപടികൾ. എന്താണ്? കേന്ദ്ര ബാങ്കിൻ്റെ നയങ്ങൾക്കെതിരെ, വായ്പ നയമാവാം, എന്ത് നയം വേണം ആയിക്കോട്ടെ. കേന്ദ്ര ബാങ്ക് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഓപ്പോസിറ്റായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വാണിജ്യ ബാങ്കുകൾക്കെതിരെ സ്വീകരിക്കുന്ന ശിക്ഷാ നടപടി, ചിലപ്പോൾ ലൈസൻസ് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ എന്ത് ചെയ്യുക, അവർക്ക് ഫൈൻ അടിച്ചു കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് നമുക്ക് ഈ അടുത്തിടയ്ക്ക് ഒരുപാട് കേസുകളുണ്ട്. ഒരു പ്രശസ്തമായിട്ടുള്ള എന്താണ്, ഒരു ഫിനാൻസ് കമ്പനിയുടെ എന്ത് ചെയ്തു, ലൈസൻസ് കട്ട് ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കമ്പനി തന്നെയാണ്. നമ്മൾ സാധാരണ ഫോണും വീട്ടിലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻസ്റ്റാൾമെൻറ്റ് EMI സിസ്റ്റത്തിൽ വാങ്ങിക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. ആ സ്ഥാപനത്തിൽ എന്ത് ചെയ്തു, ലൈസൻസ് കട്ട് ചെയ്തു. RBIയുടെ നയങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. കേരളത്തിൽ പിന്നെ ഒരു പ്രശസ്തമായ ഒരു ബാങ്കിൻ്റെ എന്ത് ചെയ്തു, ബാങ്കുകാർക്ക് ഫൈൻ അടിച്ചു കൊടുത്തു. എന്ന് വെച്ചാൽ നയങ്ങൾക്കെതിരെ പ്രവർത്തിച്ചതുകൊണ്ട് എന്ത് ചെയ്യാണ്, ചെയ്തതാണ്, RBI ചെയ്ത കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുക. അപ്പോൾ ഇതിന് വേണ്ടി എന്ന് വെച്ചാൽ RBIയുടെ നയങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ എന്ത് ചെയ്യുക, ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്ന ശിക്ഷാ നടപടികൾ നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്, പ്രത്യക്ഷ നടപടികൾ എന്നതുകൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് RBIയുടെ എന്തെന്ന് പറയുന്ന ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. 9 ധർമ്മങ്ങളുണ്ട്. ഇതിൽ ആദ്യത്തെ 3 മാത്രമേ ഡീപ്പായിട്ടുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിലൊന്ന് എഴുതി വെച്ച് പഠിച്ചാൽ മതി. ഓക്കെ ആണല്ലോ. ഒന്നാമത്തെ ധർമ്മം നോട്ട് എടുക്കൽ. ഞാൻ ബാക്കിയുള്ള കേസൊന്നും പറഞ്ഞില്ല, ജനറലായിട്ട് 2 കാര്യം മാത്രം പറയാം. ഇന്ത്യയിൽ 1 രൂപ നോട്ട്, നാണയങ്ങൾ ഒഴികെയുള്ള കറൻസികൾ മൊത്തം അച്ചടിച്ചിറക്കുന്ന ആരാണ്? RBI ആണ്. 1 രൂപ നോട്ട് നാണയങ്ങളും ഇറക്കുന്നത് ആരാണ്? കേന്ദ്ര ധനകാര്യ വകുപ്പാണ്. അവിടെ 1 രൂപ നോട്ടിൽ ഒപ്പിടുന്നത് ധനകാര്യ സെക്രട്ടറിയും ബാക്കിയുള്ള എല്ലാ നോട്ടുകളിലും ഒപ്പിടുന്നത് റിസർവ് ബാങ്ക് ഗവർണറുമാണ്. ഇന്ത്യയിൽ നോട്ട് അച്ചടിച്ചിറക്കുന്ന മാനദണ്ഡം ചോദിച്ചു കഴിഞ്ഞാൽ മിനിമം റിസർവ് സിസ്റ്റം. ഓക്കെ ആണല്ലോ. ഇനി ഇന്ത്യയിലെ എല്ലാ നോട്ടുകളുടെയും കറൻസികളുടെയും വിതരണാവകാശം RBIക്കാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ബാങ്ക്. ഗവൺമെൻറ് നിക്ഷേപം സൂക്ഷിക്കുക, അതേപോലെ ഗവൺമെൻറ്റിന് വേണ്ടിയുള്ള ഇടപാടുകൾ നടത്തുക. 2, ഗവൺമെൻറ്റിന് വേണ്ടിയുള്ള വിദേശ നാണയങ്ങളുടെ ക്രയവിക്രയങ്ങൾ നടത്തുന്ന RBI ആണ്. ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻറ്റായും പ്രവർത്തിക്കുക, ഗവൺമെൻറ്റിൻ്റെ ഒരു ഉപദേശകനായും പ്രവർത്തിക്കുന്നത് RBI ആയിരിക്കും. അപ്പോൾ അതാണ് ഗവൺമെൻറ് ബാങ്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ പോയിന്റ് ബാങ്കുകളുടെ ബാങ്ക്. വാണിജ്യ ബാങ്കുകളുടെ CRR സൂക്ഷിക്കുന്നത് ആരാണ്? RBI ആണ്. വാണിജ്യ ബാങ്കുകൾക്ക് ആവശ്യമുള്ള ഹ്രസ്വകാല ഫണ്ടുകൾ നൽകുന്നത് RBI ആണ്. വാണിജ്യ ബാങ്കുകൾക്ക് മേൽനോട്ടവും നിയന്ത്രണവും നടത്തുന്ന ആരായിരിക്കും? RBI ആയിരിക്കും. നാലാമത്തെ പോയിന്റ് വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാർ. ഓക്കെ ആണല്ലോ. ഇന്ത്യയിലെ ലഭിക്കുന്ന വിദേശ നാണയമായാലും സ്വർണ്ണത്തിൻ്റെ ആയാലും കരുതൽ ശേഖരം മൊത്തം സൂക്ഷിക്കുന്ന ആരാണ്? RBI ആണ്. വിദേശ നാണയത്തിൻ്റെയും സ്വർണ്ണത്തിൻ്റെയും കരുതൽ ശേഖരങ്ങൾ സൂക്ഷിക്കുന്ന ആരാണ്? RBI ആണ്. നാലാമത്തത് ആപൽഘട്ടങ്ങളിലെ സഹായം. വാണിജ്യ ബാങ്കുകൾക്ക് 5 വാണിജ്യ ബാങ്കുകൾക്ക് പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ ആ സമയത്ത് സഹായിക്കുന്ന ആരായിരിക്കും? RBI ആയിരിക്കും. ആറാമത്തെ പോയിന്റ് പണ സപ്ലൈയുടെ നിയന്ത്രകൻ. നമ്മുടെ രാജ്യത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പണത്തിൻ്റെ അളവുകൾ നിയന്ത്രിക്കുവാൻ ആരാണ്? RBI ആണ്. അത് നിയന്ത്രിക്കുവാൻ വേണ്ടി RBI പുറത്തിറക്കുന്ന നയങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പണനയം അല്ലെങ്കിൽ എന്താണ്, മോണിറ്ററി പോളിസി എന്ന് വിളിക്കും. അടുത്ത പോയിന്റ്, 7ാമത്തെ പോയിന്റ് റിപ്പോർട്ടുകളുടെ പ്രസിദ്ധീകരണം. പ്ലാനിങ്ങിനായാലും ആസൂത്രണത്തിന്, സാമ്പത്തിക ആസൂത്രണത്തിനായാലും ശരി, അതേപോലെ എന്താണ് നയരൂപീകരണത്തിന് ആവശ്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ എന്ത് ചെയ്യുന്നത്, തയ്യാറാക്കുന്ന ആരാണ്? RBI ആണ്. ധാർമ്മിക പ്രേരണ. 8ാമത്തെ പോയിന്റ് എന്താണ്? ധാർമ്മിക പ്രേരണ. ധാർമ്മിക പ്രേരണ കൊണ്ട് ഉദ്ദേശിക്കുന്നത് RBIയുടെ വായ്പാ നയങ്ങൾ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കുന്ന വായ്പാ നയങ്ങൾ ബാക്കിയുള്ള ബാങ്കുകൾ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യുക, നടപ്പിലാക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുക. അതാണ് ധാർമ്മിക പ്രേരണ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് പോയിന്റ് പ്രത്യക്ഷ നടപടികൾ. RBIയുടെ നയങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ബാങ്കുകൾക്കെതിരെ സ്വീകരിക്കുന്ന ശിക്ഷാ നടപടികളെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രത്യക്ഷ നടപടികൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൊത്തം 9 ധർമ്മങ്ങൾ. ഓക്കെ ആണല്ലോ. 3 ഡീപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള 6 പോയിന്റ് ഔട്ട് ചെയ്ത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ ആണല്ലോ. ഇത്രയാണ് നമ്മൾ ഫങ്ഷൻസ് ഓഫ് RBI എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ധർമ്മങ്ങളെല്ലാം നോക്കി. ഇനി ഞാൻ ജസ്റ്റ് ഒരു 3 കാര്യങ്ങളോട് പറയാം. ഇപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ പറയേണ്ടതാണ്, പക്ഷേ വിട്ടുപോയതാണ്. 3 കാര്യങ്ങൾ. ഒന്ന് വേറൊന്നുമില്ല, RBI സ്റ്റാഫ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് RBIയുടെ സ്റ്റാഫ് കോളേജ് സ്ഥിതി ചെയ്യുന്നത്? ഒന്ന് ഓർത്ത് വെച്ചോളുക. RBI സ്റ്റാഫ് കോളേജ് എവിടെയാണ്? ചെന്നൈ ആണ്. ചോദിച്ച ചോദ്യമാണ് പണ്ട്. RBI സ്റ്റാഫ് കോളേജ് ചോദിച്ച എവിടെയാണ്? ചെന്നൈ. RBI സ്റ്റാഫ് കോളേജ് ചെന്നൈ. ഓക്കെ ആണല്ലോ. അതേപോലെ രണ്ടാമത് നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ട ഒരു പോയിന്റാണ് RBI അക്കാഡമി സ്ഥിതി ചെയ്യുന്നത് എവിടെ? RBI അക്കാഡമി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? മുംബൈ.
RBI അക്കാഡമി എവിടെയാണ്? മുംബൈ. 2 പോയിന്റ് ആദ്യം പഠിച്ചു വയ്ക്കുക. RBI സ്റ്റാഫ് കോളേജ്, സ്റ്റാഫിന് വേണ്ടിയുള്ള കോളേജ് ചെന്നൈ. RBIയുടെ അക്കാഡമി ചോദിച്ചാൽ എവിടെയാണ്? മുംബൈ. ഇനി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ്മെന്റ്, അതും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അതിൻ്റെ സ്ഥലം പൂനെയാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ്മെന്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? പൂനെ. ബാങ്ക് മാനേജ്മെന്റ് എവിടെയാണ്? പൂനെയിലാണ്. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, ബാങ്ക് മാനേജ്മെന്റ് പൂനെ. ഇത്രയേ ഉള്ളൂ. ഇതങ്ങ് തീർന്നു. അപ്പോൾ RBI സ്റ്റാഫ് കോളേജ് ചോദിച്ചാൽ എവിടെയാണ്? ചെന്നൈയിലാണ്. RBI അക്കാഡമി ചോദിച്ചാൽ എവിടെയാണ്? മുംബൈയിലാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ്മെന്റ് ചോദിച്ചാൽ എവിടെയാണ്? പൂനെയാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ RBIയുടെ ഫങ്ഷൻസ് എന്ന ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. RBIയുടെ ബേസിക് ഫാക്ട്സ് എല്ലാം കൂടെ ഞാൻ ഒറ്റ ക്ലാസ്സിന് മുമ്പേ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം രണ്ടാമതായിട്ട് ഞാൻ RBIയുടെ ധർമ്മങ്ങളെല്ലാം എടുത്തു. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് പഠിക്കാനുള്ള ഒരേ ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ, പണനയം, മോണിറ്ററി പോളിസി എന്നുള്ള ഭാഗം. അത് നമുക്ക് എന്ത് ചെയ്യാം? വരും ക്ലാസ്സുകളിൽ ഞാൻ എന്ത് ചെയ്തു തരാം? എടുത്തു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.